ഇവിടെ ഇവിടെ എന്താ? അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. എന്ത്? അത് ഞാനാ. ഏത്? അതെ, അന്ന് 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പാട്ട് പാടിയത് അത് ഞാനാ. അതിശയമായിരിക്കുന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു എന്ന്. സത്യമാണോ ഈ പറയുന്നേ? സത്യം. 4ാം ക്ലാസ്സിൽ അന്ന് നിന്റെ നുണക്കുഴി. അതെ, സത്യം. അന്ന് നിന്റെ ഈ നുണക്കുഴി ഇത്രയും തെളിഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് നിന്റെ ഈ കവിളണയ്ക്ക് ഇത്രയും ചുവപ്പും ഇല്ലായിരുന്നു. പൊട്ടുകുത്താനും കണ്ണെഴുതാനും ഒന്നും അറിയില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, അന്ന് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവാടക്കാരിയായിരുന്നു. പക്ഷേ നേരത്തെ കണ്ടപ്പം ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അത് അന്ന് വേറെ ആളൊക്കെ ചുറ്റി നിൽക്കുകയായിരുന്നില്ലേ? സത്യം സത്യമായിട്ട് പറയുക, എന്റെ ഹൃദയ തന്ത്രികളിൽ ആ പാട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നിന്റെ ഈ നുണക്കുഴി. കാലം എന്ന പ്രതിഭാസം ഒരു ഭയങ്കരം തന്നെ. പക്ഷേ അന്ന് ചേട്ടന്റെ തല നിറച്ചു മുടിയുണ്ടായിരുന്നു. ഇത് കാലത്തിന്റെ കളിയല്ല, ബുദ്ധിയുടെ ലക്ഷണമാണ്. ഷേക്സ്പിയർ, ന്യൂട്ടൻ, ഞങ്ങൾക്കൊക്കെ കഷണ്ടിയാണ്, ബുദ്ധിയുടെ കഷണ്ടി. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെ. പക്ഷേ ഒരു കാര്യം, എല്ലാവരും നമ്മളെപ്പോലെ വിശാലഹൃദയരല്ല. ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് അധികവും. പ്രത്യേകിച്ചും എന്റെ ഭാര്യ. അവളുടെ മുന്നിൽ വെച്ച് ഞാൻ ദേഷ്യം കാണിക്കും, വഴക്ക് പറയുന്നത് പോലെ ഭാവിക്കും. എനിക്കറിയാം, ആ അവസ്ഥയൊക്കെ എനിക്ക് നേരിടാൻ പറ്റും ചേട്ടാ. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, സത്യം. അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. ബാലപ്പൻ വരുന്നു. ഞാൻ ദേഷ്യം കാണിക്കാൻ പോവുകയാണ്, ഒന്നും വിചാരിക്കരുത്. ബാലപ്പനോ? അന്ന് പഠിച്ചിട്ടുണ്ട് പോലും, പാടിയിട്ടുണ്ട് പോലും. ഒന്ന് പോവണേ. അല്ല ചേട്ടാ, അത് പിന്നെ ഒന്നും പറയണ്ട. എന്താ പ്രശ്നം? എനിക്ക് സ്ത്രീവർഗത്തോട് പോലും ദേഷ്യമാണ് ബാലപ്പ. ദേഷ്യം. ഐ ഹേറ്റ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എനിക്ക് അങ്ങനൊന്നുമില്ല. അല്ല ഇങ്ങോട്ടോ. എങ്ങോട്ട് പോവാ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോയാ മതി. ആശാനെ, ഞാനും വരുന്നു. നേതാവേ, രവിചന്ദ്രൻ നേതാവേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒന്ന് കാണട്ടെ. ആരുമില്ലേ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ബഹളം വെക്കും. നിന്നെയും രവിചന്ദ്രൻ നേതാവിനെയും ഈ കോളനിക്കാർ മിക്കവാറും അടിച്ചു പൊളി. അടിപൊളി. നീ കാര്യം പറയടേ. നീ ഇത് കണ്ട? ഇന്നലെ രാത്രി പുലി ആക്രമിച്ചതാണ്. ആണാ? അയ്യോ, ഇത്രയല്ലേ സംഭവിച്ചോളൂ. നീ സമാധാനപ്പെട്. ഇതിനൊക്കെ രവിചന്ദ്രനെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. തങ്കപ്പ, നാട്ടില് പുലിയും പൂച്ചയൊക്കെ ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. അതിന് രവിചന്ദ്രൻ നേതാവ് എന്ത് പഠിച്ചടേ? പുലി ഇറങ്ങിയതിന്റെ പേരിൽ പിരിവെടുത്ത് പുട്ടടിച്ചത് നീയും രവിചന്ദ്രൻ നേതാവ് കഴിവാണ്ടേ. അത് ശരി. അപ്പൊ ഇതിന്റെ അകത്ത് കയറി വാതിലടിച്ച് കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലേ? എന്താ നിന്റെ പരാതി എന്ന്? ഇതേതാ ഈ തന്ത്രികളെ കുങ്കുമൊക്കെ വാരി പുരട്ടി? അതെ, തന്ത്രികളല്ല. ഇന്നലെ രാത്രി പുലി ഇറങ്ങിയിട്ട് പുലി മാന്തിയതാണ്. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം, അതിന് നടപടിയെടുക്കണം. വരുത്തി കഴിഞ്ഞു. എങ്ങനെ മയക്ക് വെടിയൊക്കെ ആള് വരുമോ? നീ ചോദിക്കാ എന്തോന്ന് മയക്ക് വെടി? പുലിയെ കൊല്ലാതെ പിടിക്കാൻ ഡെറാഡൂണിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ ഞാൻ ഡൽഹിയിലെ ലേസർ കമ്മിറ്റിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പറ്റത്തില്ല, കൊണ്ടുവന്നെങ്കിൽ ബാക്കി 5 പുലി പിടിച്ചളഞ്ഞു. ഇപ്പൊ ഒന്നേ ഉള്ളൂ. ആറാമൻ പുലികേശൻ.
ആ. ഇട് 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 ഇവിടെ ഇങ്ങോട്ട്. ഓ എക്സ്ക്യൂസ് മീ ഈ മാല ആ. ഇയാള് ഇത് എവിടെയെങ്കിലും അടങ്ങി ഇന്നാലേ മാല ഇടാൻ പറ്റൂ കേട്ടാ ഒരു വാക്കിനെ പുലികേശ ഇവിടെ ഇവിടെ ഇവിടെ. ആ, നീ എപ്പ എത്തി? ഇതാണ് ഇവിടെ പുലികേശൻ. ഇവിടെ ഇങ്ങോട്ട്. ഉറുമ്പിനെ തപ്പ് പോലെ പുലിയെ തപ്പുക. തരാം തരാം അല്ല, പുലി കിടക്കുന്ന എവിടെയാണെന്ന് അറിഞ്ഞില്ല. രാത്രി ആകുമ്പോ പുലി ഉറങ്ങും. അതെ അല്ല, രാത്രി ആകുമ്പോ കോളനിക്കാരെ വിരട്ടാനായിട്ട് പുലി ഇറങ്ങുമെന്ന്. അവനോ പുലിയാണോ പെണ്ണാണോ തനിക്കെങ്ങനെ അറിയാം? എന്റെ ജോലിക്കാരത്തേക്ക് അതിന് പുലി ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാണോ തന്റെ ജോലി? ഗർജനം കേട്ട അറിയാലോ പുലി ആണാണോ പെണ്ണാണോ എന്ന്. ഇതെന്താ പെണ്ണും പിള്ള മാന്തിയതാണോ? ഏത് ഈ മുഖത്തെ പാട് അത് പുലിമാന്തിയാ. അതും പുലി മാന്തിയോ? അതെന്ത് പുലി? അല്ല ഇത് പുലി മാന്തിയതാ. രാത്രി ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു. ആര് പുലിയോ? പുലിയല്ല ഞാൻ. ഏ? ഞാൻ ഇങ്ങനെ എന്റെ ഒറ്റയ്ക്ക് ദൈവമേ, ഒറ്റയ്ക്കോ? ഓ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു. ആ. പെട്ടെന്ന് കോളനി കറണ്ട് പോയി. അയ്യോ, ഞാൻ നോക്കുമ്പോ എന്തോ അടുത്ത് എന്റെ മുമ്പിൽ ചാടി. രണ്ട് കണ്ണുകൾ ഇങ്ങനെ തിളങ്ങാണ്. തിരിഞ്ഞോടാൻ നോക്കുമ്പോഴത്തേക്ക് അടിച്ചിട്ട് കളഞ്ഞു. അമ്മ അങ്ങനെ സംഭവിച്ചാ. നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും കുടിക്കാൻ നോക്കാമായി. വേണ്ട, ഒരു ഗ്ലാസ് കിട്ടുമോ? അയ്യേ പകല ഞാൻ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് കിട്ടുമോ? ഒരു ഗ്ലാസ് എടുത്ത് കൊറേ. അയ്യോ, പുലി! അയ്യോ, പുലി! അത് പിന്നെ മാല ഇട്ട് തന്നേ. എന്നാ പറഞ്ഞിട്ട് മാല അലർജി കേൾക്കാം. ആണെങ്കിൽ അത് പിന്നെ പറയണ്ടേ? ഗ്ലാസ് കുടിക്കണം. ഗ്ലാസ് പിടി പിടിയണ്ണാ, പിടി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ആ, അയ്യോ, എന്തുവാ ഇത്? ഇത് പുലിപ്പാല. പുതിപ്പാലല്ല പുലിപ്പാല്. പുലിപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പല പുലിയായി മാറും. അത്രേ ഉള്ളൂ. എനിക്ക് ഈ കോളനിയാകെ സെർച്ച് ചെയ്യണം. തോക്കാൻ മനസ്സില്ല. ജയിക്കാൻ വന്നതാ. തോക്ക് വേണ്ടേന്ന്. തോക്ക് വേണ്ട, പോട്ടെ. പോയിട്ട് വാ. എന്നാ ബാക്കിയോടെ കുടിച്ചിട്ട് പോ. വേണ്ട എന്നാ നേതാവ് കുടിച്ചോ. പുലിക്ക് നല്ല കുശാലായി കേട്ടോ. അതെ അതെ. പുലി ഒരുപാട് നാളായി കരിമന്തിലേക്കും കഴിച്ചിട്ട്. അയ്യോ പുലി വന്നേ! അയ്യോ എന്നെ കടിച്ചു കീറല്ലേ! അയ്യോ പുലി പുലി! അയ്യോ, അയ്യോ എന്നെ കടിച്ചു കീറി കൊല്ലല്ലേ പുലി! എടോ, ഞാൻ പുലിയല്ല. പുലിയെ പിടിക്കാൻ വന്ന പുലികാശൻ ആറാമനാ. 5 സഹോദരങ്ങളെ പുലി പിടിച്ചു നിന്ന പുലികാശൻ ആറാമൻ. ഡൽഹിന്ന് വന്ന അത് തന്നെ. ഓ അയാം തങ്കപ്പൻ പേടിപ്പിച്ച് കളഞ്ഞു. എടോ, കോളനി പുലി ഇറങ്ങിയെന്നുള്ള സത്യമാണോ? കോളനിയിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഈ പേരിൽ, പുലിയുടെ പേരിൽ കുറെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ നാടകം കളിക്കുന്നുണ്ട്. ഏത് നാടകം? നിങ്ങൾ എന്നെ പുള്ളിപ്പുലിയാക്കി. അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ പലരും ഇവിടെ മോഷണം നിർത്താണ്ട്. ഓ, എല്ലാത്തിനും ഒരു അറുതി വരുത്താനാണ് ഈ പുലികാശൻ ആറാമൻ ഇവിടെ വന്നിരിക്കുന്നത്. ആണോ? ആശ്വാസമായി. കുടിക്കാൻ എന്തെങ്കിലും? ആ, കുടിക്കാൻ കുറച്ച് പുലിപ്പാല് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പുലിപ്പാലില്ല, പുളിച്ച പാല് വേണേ തരാം. ഏ? പോയോ? അയ്യോ, പുലിപ്പാല് ചോദിക്കണ്ടായിരുന്നു. വല്ല കടുക്കാപ്പി ചോദിച്ചാ മതിയായിരുന്നു. അയ്യോ പുലി! അയ്യോ, അയ്യോ. ഇന്ന് രാത്രി ഞാൻ പുലിയെ പിടിക്കും. എങ്ങനെ? പുലി വരുന്ന വഴിക്ക് ഒരു ഇരയെ തയ്യാറാക്കി നിർത്തണം. എന്തോ ഈ പറയുന്നത്? ഈ പുലി കാട്ടിലല്ലേ കിടക്കുന്നത്? ഇഷ്ടം പോലെ ഇല കണ്ടിട്ടുള്ളതാ. ഇല അല്ല പിന്നെ ഇര. എന്നിട്ട് ഇരയെന്ന് പറഞ്ഞ ഇര, അതായത് ആടോ പശു അങ്ങനെ എന്തെങ്കിലും ആകാം. ഈ കോളനി നല്ല അന്തസ്സുള്ള കോളനിയാ. ഈ കോളനിയിൽ ഞങ്ങൾ പശുവിനെ ആടിനൊന്നും വളർത്താറില്ല. കഴുതയായാലും മതി. പിന്നെ ആരാ എന്തുവാ ഒരു പറഞ്ഞത്? ജീവൻ രക്ഷിച്ചതാ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ തയ്യാറാക്കി നിർത്തണം. ആളിനെ? അതെ, ഞാനൊരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അവൻ സമ്മതിക്കുവോന്നറിയണം. ആളാരാണെന്ന് പറഞ്ഞ അവനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിക്കും. തങ്കപ്പൻ. നേതാവേ, പാലപ്പ, എല്ലാരും ഈ ഉണ്ട്. കോളനിയിലെ പൊതുവായ ഒരു ആവശ്യമായതുകൊണ്ടാ ഞാൻ ഈ സാഹസത്തിന് മുതിരണത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നീ പേടിക്കാതെ. അപ്പൊ അതുകൊണ്ട് നിനക്കൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇവിടെ നിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഞങ്ങളെല്ലാം കൂടെ പിരിവെടുത്ത് സ്ഥാപിച്ചിരിക്കും. പ്രതിമ സ്ഥാപിക്കുന്നു? അതിന്റെ അർത്ഥം ഞാൻ തട്ടിപ്പോകുന്നു. നീ വിചാരിക്കും പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. തങ്കപ്പ, വലിയ വലിയ മഹാന്മാരുടെ പ്രതിമകളാണ് സ്ഥാപിക്കാറുള്ളത്. അറിയാവോ? അത് നീ മനസ്സിലായി. ഏത് മഹാന്മാരാണ് പുലി പിടിച്ചേക്കണത്? ഇവന്റെ 5 ചേട്ടന്മാരെ പുലി വലിച്ചീറി തിന്നില്ലേ? പിന്നാണ്. അല്ല തങ്കപ്പ, തങ്കപ്പന് പുലിയെ പേടിയുണ്ടോ? പുലിയെ പേടിയില്ല. ഇല്ല. മിടുക്കൻ. തങ്കപ്പന് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ രാത്രി പുലിരാത്രിയാണ്. പുലിരാത്രി. തങ്കപ്പന്റെ മാംസത്തിന് വേണ്ടി ദാഹിച്ചു വരുന്ന പുലിയെ ഞാൻ തോക്കു ചൂണ്ടി ഹാൻഡ്സപ്പ് പറയും. അപ്പോൾ പുലി 2 കൈയും പൊക്കി നിൽക്കും. എടോ പുലികേശ, വരുന്ന പുലി പൊട്ടനാണെങ്കിലോ ഹാൻഡ്സപ്പ് കേട്ടില്ലെങ്കിലോ? ഇയാൾ എന്തോന്ന് പറയുന്നത്?
പുലികളുടെ പൊട്ടന്മാരില്ല. പൊട്ടൻ പുലി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതെ, അതെ. കഴുത പുലി എന്നൊക്കെ ചിലപ്പോ പറഞ്ഞാണ് അല്ലേ? എന്നിട്ട് ആ, ഈ രണ്ട് കൈയും പൊക്കി നിൽക്കുന്ന പുലിയുടെ തലമുണ്ടയ്ക്ക് ഞാൻ ഈ തോക്കിന്റെ പാത്തയ്ക്ക് ഒറ്റ അടി. ഇയാൾ എന്തോന്ന് പറഞ്ഞാൽ ഉണ്ടടക്കല്ലേ വെടി വെച്ചൂടെ? ആ, കൈ പൊക്കി നിൽക്കുന്ന പുലിക്ക് വേണ്ടി എന്തിനു വെറുതെ ഉണ്ട് വാഴാക്കണം. ആ അത് ശരിയാ. എന്നാ പിന്നെ നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പൊ ശരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാ. പൊയ്ക്കോളൂ, ഇനി ഇവിടെ ആരും വേണ്ട. ഓ. ഇന്ന് രാത്രി ഞാനും തങ്കപ്പനും മാത്രം മതി. ഓ ശരി ശരി ശരി. ബാ. ഒന്നെങ്കിൽ തങ്കപ്പൻ അല്ലെങ്കിൽ തങ്കപ്പൻ. അപ്പൊ പിന്നെ ഇയാളെവിടെ പോന്നു? ഞാനോ? ഞാൻ രക്ഷപ്പെട്ടാലല്ലേ പുലിയെ വെടിവെച്ച് കൊല്ലാൻ ഓ പറ്റൂ. അത് ശരി. എന്താ പിന്നെ തങ്കപ്പാ, രാത്രി യാത്രയില്ല. ബാ. തങ്കപ്പ ബാലപ്പ ഇങ്ങോട്ട് വന്നേ. ഉണ്ട്. ഈ കണ്ണാടി എടുത്ത് വെക്ക്. അതെന്തിനാ? ഒരു ധൈര്യത്തിന്. ഇരിക്കട്ടെ, ചത്താലും ചമഞ്ഞ് നടക്കട്ടെ. ബാ. അയ്യോ, പുലി. പുലി അല്ലോ, എന്തോന്ന് തോക്കൊക്കെ മാറ്റിപ്പിടി. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. ലൈസൻസ് കമ്മിറ്റി പറഞ്ഞ് 2 റീത്ത് ശരിയാക്കണം. വേണം വേണം. പേടിക്കണ്ട. എന്റെ ദൈവമേ. ഉറങ്ങലിടോ, ഉറങ്ങലിടോ. എനിക്കെപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇത് പുലിയല്ല, വേറെ ഏതോ പുള്ളിയാ. നേരത്തെ ഇത് പറഞ്ഞാലേ പുലിയുടെ പേരിലുള്ള പിരിവ് നടക്കൂലല്ലോ. പുലി ഇറങ്ങിയാലെന്ത്, പൂച്ച ഇറങ്ങിയാലെന്ത്, ചുഴലി കൊടുങ്കാറ്റടിച്ചാലെന്ത്, നേട്ടം നിങ്ങളെപ്പോലുള്ള കുറെ രാഷ്ട്രീയക്കാർക്കാണല്ലോ. ഇനി ഇപ്പൊ ചത്ത പുലിയുടെ വാരബലം വായിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര അൾസേഷനുകളാ മോഷണം പോയത്? ആ ആടും കോഴിയും താറാവൊന്നും ഇല്ലാത്തതുകൊണ്ട് അൾസേഷനെയും പോമറൈനെയും ബുൾഡോഗിനെയും പിടിച്ച് തിന്നാൻ ഇറങ്ങിയതാണെന്നല്ലേ കോളനിക്കാർ ഇതുവരെ വിചാരിച്ചിരുന്നത്. ആണ് അല്ല, ആണ്. പുലി പട്ടിയിറച്ചി തിന്നു. ഗതി കേട്ടാ പുലി പട്ടിയേം തിന്നുവന്തേ. അല്ല, ഏതായാലും ഇനിയിപ്പം സംഭവിക്കാനുള്ള സംഭവം. അതെ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ആ അതെ വാ. അങ്ങനെ ഇങ്ങോട്ട് പോകാൻ വരട്ടെ. അതാര്? ആഹാ, ആ. ഇവ ഇതുവരെ പോയില്ല. അതെങ്ങനെ ഈ പുലികാശന് ആറാമൻ പോകും? ഇത്? അതിന് നീ പുലിയെ പിടിച്ചില്ലല്ലോ. പുലി എന്നെ പിടിച്ചാനാ ഞാൻ ഈ കാശ് ചോദിക്കുന്നത്. ഡെറാഡൂണിയും മയിലെണ്ണയും കുഴമ്പും വിറ്റ് കിടന്ന് എന്നെ പിടിച്ചോണ്ട് വന്ന് പുലികാശൻ ആറാമനാക്കിയത് നിങ്ങളല്ലേ? കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പുലിയാകും. അതെ, കരടി കുളിച്ചാ പുലിയാകത്തില്ല. എന്തോന്ന്? നീ കുളിച്ചാ പുലിയാകത്തില്ല. ആ സത്യം ഇനിയും മനസ്സിലാക്കണം. എന്തായാലും നിന്റെ കോട്ടിനും തോക്കിനും മീശയ്ക്കും ഉള്ള ആ വാടക, മീശയൊക്കെ അവന് സ്വന്തമാണ്. അതിനെന്തിനാ വാടക കൊടുക്കുന്നത്? അതൊക്കെ ഞാൻ കൊടുത്തേക്കാമെന്ന്. ആ. പുലി ഇറങ്ങിയാൽ എന്ത്, ഇറങ്ങിയില്ലെങ്കിൽ എന്ത്? ഇതിന്റെ പേര് നിങ്ങൾ 10 കാശ് ഉണ്ടാക്കിയില്ല. ഡേയ്, 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 ഡേയ്. വെള്ളം കൊടുത്ത് പിരിച്ചു വിട്. ഉള്ളത് തന്നെ ഞാൻ പോകത്തില്ല. എന്താ വേണം? ഉള്ളത് വേണം, അടി വേണം. ഉള്ള അടി മതി. ഇപ്പൊ തന്നെ തരാടാ. അയ്യോ. എപ്പോ? കൊടു വെള്ളം കൊടുത്ത് വിട്. പോ. നീ ഉദ്ദേശിച്ച കാട്ടി വിട്ടാ 200 രൂപ ഉണ്ട്. പോ പോ പോ. പോ ഇങ്ങോട്ട്. എനിക്ക് ചെന്തട്ടെ കൊല്ലകൊല്ലിയെ പിടിക്കാനുള്ള. ആണാ? ചരിഞ്ഞറിഞ്ഞില്ലേ? പോടാ, ശവത്തിനെ പിടിക്കാൻ നിൽക്കാം. പോടാ, നാട്ടുകാരെ പേടിപ്പിക്കാൻ. എറിഞ്ഞിടില്ല. പോ. ഒരു ഓഞ്ഞ മീശ. അയ്യോ, അയ്യോ, ഫോട്ടോ എടുക്കാൻ. അയ്യോ, അയ്യോ, എന്നെ തല്ലിയ പോലീസുകാരുടെയൊക്കെ തല പൊട്ടിത്തെറിക്കണേ. അയ്യോ, ഒക്കെ തെടിയായിപ്പോയി. തങ്കപ്പണ്ണോ, ഒന്ന് നിന്നേ. ആരാ? അപ്പൊ അണ്ണൻ കണ്ട പോലല്ല, അണ്ണൻ പുലിയാണല്ലേ, ഒരു 1.5 പുലി. ഞാൻ പുലിയായിരുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോലീസുകാരെല്ലാരും കൂടി ചേർന്ന് മർദ്ദിച്ചതിൽ പിന്നെ ഞാനിപ്പോൾ എലിയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുവാ, കണ്ടോ, മൊത്തം മേളാക്കിച്ച് കളഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു പുലിയായിരുന്നു തോന്നുന്നു. അതുകൊണ്ടല്ലേ പുലിവേഷം കെട്ടാനുള്ള കുബുദ്ധി എനിക്ക് തോന്നിയത്. എന്തായാലും അണ്ണൻ എന്റെ വയറ്റിൽ തന്നെ അള്ളിക്കളഞ്ഞില്ലേ. ഇരുട്ടത്ത് പുലിയായിട്ട് ഞാൻ പലരെ അള്ളിയിട്ടുണ്ട്.
നിനക്ക് ടീറ്റി എടുക്കാനുള്ള കാശ് ഞാൻ തരാം, നീ കേസ് കൊടുക്കരുത്. 25ാമത്തെ കേസ് കൂടി താങ്ങാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ്. അണ്ണൻ പോലീസിന് പിടികൊടുത്തത് വളരെ മോശമായി പോയിന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പിടികൊടുത്തതല്ലോ, പോലീസുകാരനെ പിടിച്ചോണ്ട് പോയതല്ലേ. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്റെ അവസാനത്തെ മാന്തൽ മഫ്തിയിൽ വന്ന ഒരു പോലീസുകാരനിട്ടായിരുന്നു, കയ്യോടെ പിടികൂടി. എനിക്കൊരു ചെറിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാ, ഇപ്പൊ അണ്ണൻ കാരണം അതും നഷ്ടപ്പെട്ടു. എന്ത്? ഈ പുലിയുടെ മറവിൽ ഞാനും കുറച്ച് പുലികളെ കളിച്ചണ്ണാ. ഞാൻ പുലീനെ വെച്ച് മുതലെടുത്ത്, അപ്പൊ നീ എന്നെ വെച്ച് മുതലെടുത്തല്ലേടാ? ഇല്ല, കൊള്ളാം. ഇങ്ങനെ നീങ്ങി നിക്കടാ. അല്ല പിന്നെ ഇതങ്ങനെ ചോദിക്കാതെ വിടുന്നത് ശരിയല്ല. ആ പെണ്ണും പുള്ളിയുടെ പ്രകടനത്തിൽ ഞാൻ മൂക്കും കുത്തി താഴെ വീഴണ്ടോ? ഇതിപ്പം ചില വീടുകളിൽ ആ സ്ത്രീ കുടുംബ കലഹത്തിന് വരെ കാരണമായിട്ടുണ്ട്. അതങ്ങനെ കൂടെ പഠിച്ച സഹപാഠിയെ തിരക്കിയല്ലേ അവള് വന്നത്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പോലും പറഞ്ഞു പോയില്ലേ അവളെ കൂടെ പഠിച്ചത് ഞാൻ. അതാണ് അവളുടെ മിടുക്ക്. മേനകയാണ് അവള്, മേനക. സിനിമ അടിയൊന്നുമില്ല. ചിലപ്പോ അവള് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടെങ്കിലും. എവിടെന്ന് സത്യം? തങ്കപ്പന്റെ ഫാമിലി, നേതാവിന്റെ ഫാമിലി, അശോക സാറിന്റെ ഫാമിലി, പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ പോലും കേറി അന്ന് നിന്റെ കവിയിൽ ഇത്ര ചുമന്നിട്ടില്ല എന്ന് പാടാൻ ധൈര്യം കാണിച്ചവളല്ലേ ഇവള്. അവിവാഹിതരായി എത്രയോ ചെറുപ്പക്കാരി കോളനിയിലുണ്ട്, ഉദാഹരണത്തിന് ഞാൻ. പക്ഷെ കല്യാണം കഴിച്ച ആണുങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് ചെല്ലണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശം ഇല്ലേ? ഇന്ദ്രധനുസിലെ സജീവിന്റെ പെണ്ണുമ്പിള്ള ഡൈവോഴ്സിന് വക്കീൽ നോട്ടീസ് വരെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ കോളനിക്കാർ ഇത് ചോദിക്കാതെ വിടുന്നത് ഒട്ടും ശരിയല്ല. അവളൊരു പാട്ട് കേൾക്കണം. അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല പോലും. എനിക്ക് തോന്നുന്നത് യക്ഷികൾക്ക് ചില പെർമനന്റ് പാട്ടുകളില്ലേ, ഉദാഹരണത്തിന് ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും ഇനിയിപ്പോ കുമാരേട്ട ഇറങ്ങി അത് പ്രശ്നമാവും. പറഞ്ഞു വരുന്നത് അതുപോലത്തെ പെർമനന്റ് പാട്ടല്ലേ ഇവൾക്ക്. അന്ന് നിന്റെ കാവയിൽ എത്ര തൊടുത്തിട്ടില്ല. ഇതങ്ങനെ വിട്ടുകൂടാ. അങ്ങനെ വിട്ടാ പറ്റില്ല, ചോദിക്കാം. അല്ല, എന്താ എല്ലാവരും കൂടി? അന്ന് നിന്റെ കാവേൽ ഇത്ര ചുവന്നിട്ടില്ല. അതെ, ഈ പാട്ടിന്റെ രഹസ്യം എന്താണെന്ന് അറിയണം. ആഹാ, അത്രേ ഉള്ളോ? പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് ബാബുരാജ്. എന്താ പോരെ? എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പോയാലോ? അതെ, ഞങ്ങൾക്കറിയേണ്ട അതൊന്നും അല്ല. ഈ കോളനിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ ഈ പാട്ടും നിങ്ങളും പള്ളിക്കൂടത്തിൽ നിങ്ങളെ പാടിമയക്കിയ ആളും, അതിനെ കുറിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്തായാലും ആ പഴയ സഹപാഠി ഈ കോളനി തന്നെ ഉണ്ട്. ആളെ ഞാൻ അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്ന് വെച്ച് വിവാഹിതരായ ആണുങ്ങളെ ഫോളോ ചെയ്തു പോകുന്ന ഈ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഐ കോണ്ട് ടോളറേറ്റ് ദാറ്റ്. നിങ്ങൾ ആരാണ്? എന്താണ്? കേന്ദ്രമന്ത്രി കുട്ടിശങ്കരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ടെൽ മീ. ഇതിന് ഒരു പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യലിന്റെ സ്വഭാവം ഉണ്ടല്ലോ. കാണും. ഈ കോളനിയിൽ പലരും ചോദിച്ചു തുടങ്ങി നിങ്ങൾ ആരാണെന്ന്, എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഞങ്ങൾക്കറിയണം. ഇപ്പൊ തന്നെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. വേണ്ട, സൗകര്യമായിട്ട് പിന്നീട് പറഞ്ഞാലും മതി. അതെ, ഞങ്ങൾ പോവുക. നിക്കൂ, വരൂ, ഇരിക്കൂ. ഈ കോളനിയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ എന്റെ പാട്ടിന്റെ കഥ അറിയണം അല്ലേ? പറയാം. ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ കുട്ടിക്കാലം.